ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മിക്കിൽ സ്റ്റാറയുടെ തായ്ലൻഡ് ടീമിൻ്റെ ബിൽഡപ്പ് അങ്ങനെ മറ്റ് ടാറ്റിക്സ് കാര്യങ്ങൾ നോക്കി, അറ്റാക്കിംഗ് ത്രെഡ്സ് കാര്യങ്ങളൊക്കെ നോക്കി. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പുള്ളിയുടെ മറ്റ് അറ്റാക്കിംഗ് ത്രെഡ്സാണ് നോക്കണം. അതായത് കൗണ്ടർ അറ്റാക്കും സെറ്റ് പീസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. നമ്മൾ ലാസ്റ്റ് സീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവാൻ്റെ സീസൺസിൽ നമ്മൾ വളരെയധികം മിസ് ചെയ്തൊരു കാര്യമാണ് കൗണ്ടർ അറ്റാക്കും അതേപോലെ സെറ്റ് പീസസും. കൗണ്ടർ അറ്റാക്കൊക്കെ ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സെറ്റ് പീസിൻ്റെ കാര്യം ഏകദേശം അതേ ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാറയുടെ തായ്ലൻഡ് ലീഗിൽ എങ്ങനെയാണ് പുള്ളി കൗണ്ടറും സെറ്റ് പീസൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യം നോക്കാം. നമുക്ക് കൗണ്ടർ അറ്റാക്കിൽ നിന്ന് തുടങ്ങാം. കൗണ്ടർ അറ്റാക്കിങ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പല ഗോളുകളും കൗണ്ടറിൽ അടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ കൗണ്ടറിൽ പ്ലെയേഴ്സിനെ ഇൻവോൾവ് ചെയ്യിക്കുന്ന ഒരു മാനേജറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പുള്ളിയുടെ സ്വീഡൻ ടൈമിലെ കളി കണ്ടിട്ട് വീഡിയോ ചെയ്യാനായിട്ട് കമൻറ്റ് സെക്ഷനിലൊക്കെ ചോദിച്ചിരുന്നു. സ്വീഡൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലീഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് ഭയങ്കര കോമ്പറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക വളരെ ഫാസ്റ്റ് ബേസിങ്ങിൽ ഉള്ളൊരു ലീഗാണ്. നമ്മൾക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ഇവിടെ കളിക്കാൻ ചാൻസ് കൂടുതലുള്ളത് ഈ തായ്ലൻഡ് പോലെ നമ്മൾക്ക് പിന്നെയെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലീഗാണ്. പക്ഷേ പ്രത്യേകം ഓർക്കുക, തായ്ലൻഡ് ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐസിലിനേക്കാളും വളരെ മികച്ച നല്ല ലീഗ് തന്നെയാണ്. അവിടെ പ്രത്യേകിച്ച് അവരുടെ ലോക്കൽ പ്ലെയേഴ്സൊക്കെ നമ്മുടെ നാഷണൽ ടീം പ്ലെയേഴ്സിനേക്കാളൊക്കെ ഫാർ ബെറ്റർ ആയിട്ടുള്ള പ്ലെയേഴ്സാണ് തായ്ലൻഡ് പ്ലെയേഴ്സ്. ടെക്നിക്കലി അതിൽ ടാറ്റിക്കലി ആയാലും നമുക്കത് കളി കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ സിമ്പിളായിട്ട് അവർ ഫസ്റ്റ് ടച്ച് പാസിങ് ഒക്കെ ക്രോസിങ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ സ്വീഡനായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ബെറ്റർ ടാക്റ്റിക്കൽ വൈസൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് തായ്ലൻഡ് ലീഗിലെ മാച്ചുകളായിരിക്കും. അതാണ് മോസ്റ്റ് റീസെൻ്റ്ലി പുള്ളി കോച്ച് ചെയ്തിട്ടുള്ള ലീഗും. അതുകൊണ്ടാണ് ഞാൻ തായ്ലൻഡ് ലീഗിനെ പ്രിഫർ ചെയ്തിട്ട് അതിൻ്റെ കളിയിൽ തന്നെയാണ് ഭൂരിഭാഗം ഈ എക്സാമ്പിൾസിൽ നമുക്ക് നോക്കാം. നമുക്ക് കൗണ്ടർ എക്സാമ്പിൾസ് നോക്കിയിട്ട് തുടങ്ങാം. ലോങ് ബോൾ കൗണ്ടേഴ്സും ഷോർട്ട് ബോൾ കൗണ്ടേഴ്സും കാണാറുണ്ട്. അത് നമുക്ക് പിറകിൽ നിന്ന് പാസ് ഇട്ട് വരുന്ന കുറച്ച് കൗണ്ടേഴ്സാണ്. ഇപ്പോൾ ഈ കേസിൽ ബോൾ റിക്കവർ ചെയ്തപ്പോൾ തന്നെ 2 സ്ട്രൈക്കേഴ്സ് ഫ്രണ്ടിൽ വെയിറ്റിംഗ് ആണ്. അതിലൊരു സ്ട്രൈക്കർ നല്ലോണം വൈഡായിട്ടാണ് റൺ മേക്ക് ചെയ്യുന്നത് എം ടി സ്പേസിലേക്ക്. പക്ഷേ മിഡ്ഫീൽഡർ സെൻറ്ററിലേക്ക് പാസ് കൊടുക്കണം. പിന്നെ അവിടെ നിന്ന് ആ പ്ലെയറാണ് വൈഡിലുള്ള പ്ലെയറെ ലീസ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ക്രോസ് എടുക്കാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ പുള്ളി ഷൂട്ട് ചെയ്യണം. വീണ്ടും ഒരു എക്സാമ്പിൾ കാണാം. ബോൾ റിക്കവർ ചെയ്യാണ്. ഒരു ഡിഫൻസീവ് സെനാരിയോയിൽ നിന്നാണല്ലോ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം പുള്ളി ബോൾ ക്യാരി ചെയ്തിട്ട് വീണ്ടും പ്ലെയേഴ്സ് ഫോർവേഡ് റൺ മേക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അത്രയധികം പ്ലെയേഴ്സ് കമ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് അറ്റാക്ക് നടന്നതായിട്ട് കാണാം. വീണ്ടും ഒരു ഫോർവേഡ് പ്ലെയർക്ക് ബോൾ കൊടുക്കണം. ഇനി ചെയ്യുന്ന ഒരു പാറ്റേൺ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ലാസ്റ്റ് വരുന്നൊരു സെൻറ്റർ ബാക്കിനെ ഒരു 1 vs 2 സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് പാസ് ചെയ്യുന്ന ഷൂട്ട് ചെയ്യുന്ന പകരം പാസ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ട് ഗോളാക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളൊരു പാറ്റേണാണ്. ഒരു സെൻറ്റർ ബാക്കിനെ എതിരെ 2 ഫോർവേഡ് പ്ലെയർ എന്നുള്ള രീതിയിൽ വരുന്നൊരു അറ്റാക്ക്. ഇത് നമുക്ക് സൈഡിൽ നോക്കുമ്പോൾ വേറെ ആംഗിളിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും എത്ര അധികം പ്ലെയേഴ്സാണ് കമ്മിറ്റ് ചെയ്യുന്നത്. അവർ 3 പ്ലെയേഴ്സുള്ളൂ ഡിഫൻഡേഴ്സിൻ്റെ. പക്ഷേ അറ്റാക്കിംഗ് ടീമിൻ്റെ 6 പ്ലെയേഴ്സ് കൗണ്ടർ അറ്റാക്കിന് വേണ്ടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഗോൾ അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കൗണ്ടർ ചെയ്യുമ്പോൾ. വീണ്ടും ഒരു എക്സാമ്പിൾ കാണാം. എത്രയധികം പ്ലെയേഴ്സ് കമ്മിറ്റ് ചെയ്യുന്നു നോക്കാം. 5 പ്ലെയേഴ്സ് അറ്റാക്കിംഗ് ടീമിൻ്റെ വരുമ്പോൾ 2-3 പ്ലെയേഴ്സ് ഡിഫെൻഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ സാഹചര്യം മനസ്സിലാക്കിയ ഡിഫെൻഡിങ് ടീമിലെ പ്ലെയർ അവിടെ ജേഴ്സി പുള്ളി ചെയ്തിട്ട് കളി സ്റ്റോപ്പ് ചെയ്യണം. ഇങ്ങനെ ഫോർവേഡിൽ അറ്റാക്കിൽ പ്ലെയേഴ്സിനെ നല്ല രീതിയിൽ കമ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് കൗണ്ടർ അറ്റാക്കിങ് ടൈമിൽ തായ്ലൻഡിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. വീണ്ടും ഒരു എക്സാമ്പിൾ കാണാം. ബോൾ റിക്കവർ ചെയ്തു. സ്ട്രൈക്കർ ഒരാൾ വിങ്ങിലൂടെ റൺ ചെയ്യുന്നു, ഒരാൾ അപ്പുറത്തെ സൈഡിൽ കൂടെ റൺ ചെയ്യുന്നു. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലാസ്റ്റ് സെൻറ്റർ ബാക്കിനെ ഒരു 1 vs 2 സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്ലെയർ സൈഡിലേക്ക് റൺ ചെയ്യണം. ഇപ്പോൾ ബോൾ ക്യാരി ചെയ്യുന്ന പ്ലെയർക്ക് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. ആ ഷൂട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഡിഫൻഡർ കമ്മിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ടൈമിൽ പാസ് കൊടുത്ത് റിലീസ് ചെയ്തിട്ട് ഒരു ക്രോസ് വൈഡിൽ നിന്ന് വരികയാണ്. നൈസായിട്ടൊരു കൗണ്ടർ ഗോൾ. ഇത് കണ്ടത് നമ്മളൊരു ഷോർട്ടായിട്ടുള്ള കൗണ്ടർ ഗോളാണ് കണ്ടത്. വീണ്ടും ഒരു എക്സാമ്പിൾ കാണാം. ഇതും ഷോർട്ടാണ്. ബോൾ റിക്കവർ ചെയ്യുമ്പോൾ തന്നെ ആ പ്ലെയേഴ്സ് കമ്മിറ്റ് ചെയ്യുന്നതും റൺ മേക്ക് ചെയ്യുന്നതും കാണാം. ഇപ്രാവശ്യം പുള്ളി സെൻറ്ററിൽ നിന്ന് ഒരു സ്പേസിൽ നിന്ന് ബോൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകണം. വീണ്ടും ഒരു 3 vs 3 സിറ്റുവേഷനാണ്. പക്ഷേ നല്ലൊരു പാസ് കയറി വരുന്ന പ്ലെയർ ഫിനിഷ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇങ്ങനെ കൗണ്ടേഴ്സിൽ ഗോൾ സ്കോർ ചെയ്യാനായിട്ട് അവിടെ സാധിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ലോങ് ബോൾ കൗണ്ടേഴ്സാണ് അത് പറയുന്നത്. പ്രത്യേകിച്ചും ഗോൾ കീപ്പറിൻ്റെ സൈഡിൽ നിന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവരുടെ ഗോൾ കീപ്പർ നല്ല ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു ഗോൾ കീപ്പറായിരുന്നു. അതുകൊണ്ട് തന്നെ ഗോൾ കീപ്പറുടെ ബോൾ കിട്ടുമ്പോൾ തന്നെ കൗണ്ടറിനുള്ള ആൾക്കാരുണ്ടെങ്കിൽ പുള്ളി കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഗോളൊന്നും അടിച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം ത്രെറ്റ് ഉണ്ടാക്കാനായിട്ട്
പുള്ളിക്ക് തായ്ലൻഡിൽ പറ്റിയിട്ടുണ്ട്. ഇനി സ്വീഡനിലെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്വീഡനിൽ ഞാൻ പറഞ്ഞായിരുന്നു അത്യാവശ്യം നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള ഹൈ ടെമ്പോലുള്ള ക്വാളിറ്റി കുറച്ചും കൂടി കൂടുതലുള്ളൊരു ലീഗാണ്. അവിടെയും പുള്ളിയുടെ ഒരു മെയിൻ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു. പൊസിഷൻ ബേസിസിൽ അധികം പുള്ളിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം ബോൾ കാലി വെച്ചിട്ട് കളിക്കാൻ അധികം പുള്ളിയുടെ ടീമിന് സത്യം പറഞ്ഞാൽ അവിടെ സാധിച്ചിട്ടില്ല. ബോൾ റിക്കവർ ചെയ്യുന്ന ഒരു സെനാരി കാണാം. ബോൾ റിക്കവർ ചെയ്തതിന് ശേഷം വളരെയധികം ലോങ് ബോളും അതേപോലെ തന്നെ ഷോർട്ട് ബോൾ വെച്ചിട്ടുള്ള കൗണ്ടർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്ലെയേഴ്സ് റൺ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അത് വെച്ചിട്ട് ഗോൾ അടിച്ചിട്ടുണ്ട്. അതിന് വെച്ചിട്ടാണ് ഒരു പ്രധാന ഒരു അറ്റാക്കിംഗ് ത്രെറ്റായിട്ട് തോന്നിയിട്ടുള്ളത്. കൗണ്ടർ തന്നെയായിരുന്നു പുള്ളിയുടെ അവിടെ ഒരു കീ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി. പക്ഷേ നമ്മൾ തായ്ലൻഡിൽ കാണുന്ന പോലത്തെ കൗണ്ടറല്ല. ഭൂരിഭാഗം കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ മനസ്സിലാവും, അവർ കൗണ്ടർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ബോൾ ഇവിടെ റിക്കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഷോർട്ട് പാസുകൾ കളിച്ചിട്ട് ഒരു ഇനീഷ്യൽ പ്രസ് ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് കൗണ്ടറിൻ്റെ ഉള്ളൊരു ബോൾ കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. ഇതൊന്നും നമുക്ക് തായ്ലൻഡിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കേസാണ്. നമ്മുടെ ഇവിടെയും ചിന്തിക്കാൻ പറ്റാത്തൊരു കേസാണ്. പിന്നെ ആ രീതിയിൽ കളിക്കുന്ന പ്ലെയേഴ്സൊക്കെ വേണം. അതുകൊണ്ടാണ് ഞാൻ സ്വീഡനിൽ കൗണ്ടർ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇവിടെ കൗണ്ടർ ഒരു മെയിൻ സ്ട്രാറ്റജി ആണെന്നില്ല. ഇങ്ങനെ കൗണ്ടറിൽ തന്നെ അവർ ഗോൾ അടിച്ചിട്ടുണ്ട്. ഗോൾ അടിക്കുന്നത് മാത്രമല്ല അത്യാവശ്യം ത്രെറ്റ് ഉണ്ടാക്കാനായിട്ട് കൗണ്ടർ അറ്റാക്കിൽ പുള്ളിയുടെ ടീമിന് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ സീസണും നമ്മുടെ സൈഡിൽ നിന്ന് നല്ലോണം കൗണ്ടർ അറ്റാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് സെറ്റ് പീസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സെറ്റ് പീസസ് ISL വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. പല ടീമുകളും അതുകൊണ്ട് മാത്രം പ്ലേ ഓഫിലേക്കൊക്കെ ക്വാളിഫൈ ചെയ്യാറുണ്ട്. എന്നാലും നമ്മൾ ലാസ്റ്റ് പ്രത്യേകിച്ച് ഇവാൻ്റെ സീസൺസൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഷോക്കായിരുന്നു സെറ്റ് പീസസിൽ നിന്ന് ഗോൾ കൺവേർട്ട് ചെയ്യുന്ന ഒരു കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. എന്നാൽ മിക്കൽ സ്റ്റാറിൽ ഞാൻ എടുത്ത് നോക്കിയാണ് പുള്ളി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്. പുള്ളി ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു മനുഷ്യനാണ്. ഇൻ്റർവ്യൂസിലൊക്കെ അതിനെ എടുത്ത് പ്രത്യേകം പറയാറുണ്ട്. പക്ഷേ പുള്ളിയുടെ കളി കണ്ടപ്പോൾ ലാസ്റ്റ് സീസണൊക്കെ ഒരു ഗോൾ പോലും സെറ്റ് പീസ് വെച്ചിട്ട് പുള്ളി സ്കോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ച്. പക്ഷേ നമ്മൾ ആ കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം ട്രെയിൻ ചെയ്തിട്ടുള്ള സെറ്റ് പീസ് റുട്ടീൻസൊക്കെയാണ് അവർ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. ഇവനെ പോലെ പറയുന്ന ഒരു കാര്യം പ്രവർത്തിക്കുന്ന വേറൊരു കാര്യമല്ല. സെറ്റ് പീസിന് എന്തായാലും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു കോച്ച് തന്നെയാണ്. പക്ഷേ ഒരു ഗോൾ പോലും അവർക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. കുറച്ച് സെറ്റ് പീസ് എക്സാമ്പിൾസ് നമുക്ക് കാണാം. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ടീമിൽ ആകെ 2 പേര് ഒരു ടാർഗറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒന്ന് നമ്പർ 15 അവരുടെ സെൻറ്റർ ബാക്ക് പ്ലെയറും പിന്നെ അവരുടെ സെൻറ്റർ ഫോർവേഡ് പ്ലെയറും. ഇവർ 2 പേരും ടാർഗറ്റ് ആവുന്ന രീതിയിൽ അവർ സെറ്റ് പീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അവർ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഒരു കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം ഞാൻ പറയാം. പുള്ളിയുടെ ടീമിൻ്റെ സെറ്റ് പീസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള സെറ്റ് പീസാണ്. 2-3 കാര്യങ്ങൾ പുള്ളി സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിക്ക് എടുക്കുന്ന സമയം തന്നെ ഒരു ലെഫ്റ്റ് ഫുട്ട് അല്ലെങ്കിൽ റൈറ്റ് ഫുട്ട് പ്ലേയേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഡിഫൻഡിങ് ടീമിനൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ അവരുടെ ടാർഗറ്റ് പ്ലേയേഴ്സ് ഉണ്ട് 1-2 പേര്. അവർ ബോൾ എക്സിക്യൂട്ട് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട്. ഇതൊരു നല്ലൊരു റുട്ടീനായിരുന്നു. ഫസ്റ്റ് പ്ലെയർ ചെറിയൊരു ടച്ച് എടുത്ത് പോകുന്നു, അതുകൊണ്ട് മറ്റേ പ്ലെയർ ക്യാരി ചെയ്യാൻ പറ്റും. വീണ്ടും മറ്റേ പ്ലെയർ റിലീസ് ചെയ്തിട്ട് പുള്ളി ഡ്രിബിൾ ചെയ്തിട്ട് ഇപ്പോൾ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ക്രോസ് ചെയ്യാൻ. ഇപ്പോൾ ഡിഫൻഡറിൻ്റെ ഇടയിലുള്ള ആ സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് ലാസ്റ്റ് ടൈം ഒരു പ്ലെയർ വരും. അങ്ങനത്തെ ഒരു സിനാരിയോ അവർക്ക് സൃഷ്ടിക്കാനായിട്ട് പറ്റുന്നത്. അതായത് പ്ലെയേഴ്സ് ഇങ്ങനെ അനങ്ങാണ്ട് നിന്നിട്ട് അവരെ ടാർഗറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. ഒരു എംപ്റ്റി സ്പേസ് ഉണ്ടാകും. അവിടേക്ക് ലാസ്റ്റ് ടൈം ബോൾ വരും. വേണ്ട ഒരു സിനാരിയോ കാണാം. ഇപ്പോൾ ഈ കേസിൽ നിയർ പോസ്റ്റ് നിൽക്കുന്ന പ്ലെയർ ഡിഫൻഡർ പറയിലാണ്. പക്ഷേ ബോൾ വരുന്ന ടൈമിൽ ലാസ്റ്റ് മിനിറ്റിലാണ് ആ പ്ലെയർ ഫ്രണ്ടിലേക്ക് വരുന്നത്. അതാണ് ഇവരുടെ ഒരു സെറ്റ് പീസിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളത്. അതായത് പ്ലെയേഴ്സ് തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എവിടേക്കാണ് ബോൾ വരുന്നത്, ആരെവിടേക്ക് മൂവ് ചെയ്യണം നമുക്ക് കാണാനായിട്ട് പറ്റും. ടാർഗറ്റ് ചെയ്യുന്ന കേസ് പറഞ്ഞു. പിന്നെ ഒരു കമ്പോഷർ ഉണ്ട് സെൻറ്റർ ബാക്കിന് ടാർഗറ്റ് ചെയ്ത്. പുള്ളി ആ നടുക്കിലേക്ക് ബോൾ ഹെഡ് ചെയ്ത് ബാക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു കമ്പോഷർ ഉണ്ട്. 4 പേര് അവരുടെ പ്ലെയറുള്ളൂ. ആ 4 പേരെയും ആ ബോൾ സെറ്റ് പീസിൽ അവർക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റി. ഡിഫെൻഡ് ചെയ്യാൻ 5-6 പേരുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കമ്പോഷറും നമുക്ക് അവരുടെ സെറ്റ് പീസിൽ കാണാനായിട്ട് പറ്റും. വീണ്ടും എക്സാമ്പിളാണ്. വീണ്ടും സെൻറ്റർ ബാക്ക് നേരിട്ട് ഗോൾ കീപ്പർ എടുത്ത് ഹെഡ് ചെയ്യാതെ സ്ട്രൈക്കറെ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അത്യാവശ്യം ഇവർ 2 പേരും നല്ല രീതിയിൽ സെറ്റ് പീസിൽ അവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റി. വീണ്ടും നോക്കാം, സ്ട്രൈറ്റ് ആയിട്ട് കിക്ക് എടുക്കുന്നുണ്ടെങ്കിലും 2 പ്ലെയേഴ്സ് ഉണ്ട്. ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് അവർ കിക്ക് എടുക്കുന്നത്. പക്ഷേ അതും ടാർഗറ്റിന് റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്ക്. പക്ഷേ ഗോളാക്കാനായിട്ട് പറ്റുന്നില്ല. ഉണ്ട് ഇപ്രാവശ്യം ആ സെൻറ്റർ ബാക്കിനെ അവർ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ കേസിൽ നമുക്കൊരു ടാർഗറ്റും ഇല്ല, ഒന്നുമില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. ഒരു സെറ്റ് പീസിന് ഗോൾ അടിച്ചില്ല എന്ന് പറഞ്ഞു. ഏറ്റവും ക്ലോസ് ആയി വന്നത് ഈ ഒരു സിറ്റുവേഷനിലായിരുന്നു. അത് ഓഫ് സൈഡ് വിളിക്കുകയാണ് ചെയ്ത്. പക്ഷേ അവർക്ക് പ്രോപ്പറായിട്ട് ഈ ഡെലിവറി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗോളുകൾ ഒന്നും അടിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. സ്വീഡനിലെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല റുട്ടീൻസ് സെറ്റ് പീസിൻ്റെ കേസിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടേക്ക് വരുമ്പോൾ നമുക്കറിയാം ഒരു സെറ്റ് പീസ് കോച്ചിനെ പ്രത്യേകം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സെറ്റ് പീസ് നമുക്ക് ഇപ്രാവശ്യം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇനി കോർണേഴ്സിൻ്റെ കേസ് വരുന്നുണ്ടെങ്കിലും ആ ഒരു വെറൈറ്റി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ഷോർട്ട് കോർണേഴ്സ് നമുക്ക് തായ്ലൻഡിൽ കാണാനായിട്ട് പറ്റും.
നേരത്തെ പറഞ്ഞ ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അവിടുത്തെ പ്ലേയേഴ്സിന് പറ്റിയിട്ടുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വീണ്ടും ഒരു ഷോർട്ട് കോർണർ എക്സാമ്പിൾ വേണം. റൂട്ടീൻ ചെയ്തിട്ട് ഫാർ പോസ്റ്റിലേക്ക് കൊടുക്കണം ആണ്. ഇഷ്ടംപോലെ ടൈം ഉണ്ട്, പക്ഷേ ഇതൊന്നും ഗോളായില്ല. അത് അൺഫോർച്ചുനേറ്റ് ആയിട്ടാണ് ഗോളാവുന്നത്. ഡൗട്ട് വേണ്ട. വീണ്ടും ഒരു കോർണർ എക്സാമ്പിൾ വേണം. സീനിയർ പോസ്റ്റ് അവിടെ കാലിയാണ്. ആ ഒരു ഏരിയയിൽ ആദ്യം തന്നെ പോയിട്ട് ഒരു പ്ലെയർ നിൽക്കുന്നില്ല. അവിടേക്കാണ് ഡെലിവറി വരാൻ പോകുന്നത്. ആ ബോൾ വരുന്ന ടൈമിൽ കറക്റ്റായിട്ട് അവരൊരു ടാർഗറ്റ് ആയിട്ടുള്ള സെൻറ്റർ ഫോർവേഡ് അവിടേക്ക് എത്തണം. ആ പുള്ളിയുടെ കറക്റ്റ് തലയ്ക്ക് ബോൾ വരുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഹെഡ് ചെയ്ത് കൺവേർട്ട് ചെയ്യാനൊന്നും അവർക്ക് പറ്റുന്നില്ല. പക്ഷേ പ്രോപ്പറായിട്ട് ട്രെയിൻഡാണ് പ്ലെയേഴ്സ്. ഇപ്പോൾ ഈ കോർണർ സെനാരിയോ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒരു ഷോർട്ട് കോർണർ എടുക്കുന്ന പോലെ 2 പ്ലെയേഴ്സ് അവിടെ കോർണറിൻ്റെ അടുത്തുണ്ട്. പിന്നെ അവരുടെ ടാർഗറ്റായിട്ടുള്ള 2 പ്ലെയേഴ്സ് ഒരു ലൈനിൽ നിൽക്കുകയാണ്, സെൻറ്റർ ബാക്കും സെൻറ്റർ ഫോർവേഡും. അപ്പോൾ ഒരു മാൻ മാർക്കിംഗ് ഓപ്ഷനാണ് ഡിഫൻഡിങ് ടീം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിയർ പോസ്റ്റിൽ ഒരു വേക്കൻറ്റ് സ്പേസ് ഉണ്ട്. ഇവിടെയാണ് ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും എക്സിക്യൂഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ആ നിയർ സ്പേസിലേക്കാണ് ബോൾ വരാൻ പോകുന്നത്. അത് നമ്മുടെ സെൻറ്റർ ബാക്ക് പ്ലെയറിന് അറിയാം. പുള്ളി ആ പ്ലേസിലേക്ക് ഓടി വരുന്നതാണ്. അതേസമയം തന്നെ സെൻറ്റർ ഫോർവേഡ് പ്ലെയർ ഫാർ പോസ്റ്റിലേക്ക് പോകണം. സെൻറ്റർ ബാക്ക് നിയർ പോസ്റ്റിൽ നിന്ന് ഹെഡ് ചെയ്തിട്ട് ഫാർ പോസ്റ്റിൽ സ്ട്രൈക്കറെ കൊണ്ട് ഹെഡ് ചെയ്ത് ഗോൾ അടിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. ഗോളൊന്നും ആവുന്നില്ല, പക്ഷേ നമുക്ക് ആ ഒരു പ്ലാനിങ്ങും എക്സിക്യൂഷനും നമുക്ക് കാണാനായിട്ട് പറ്റും. വീണ്ടും അടുത്തൊരു എക്സാമ്പിൾ കാണാം. ഈ കേസിലും ഒരു ലൈനായിട്ട് നിൽക്കണം. ലൈൻ്റെ ഏറ്റവും അവസാനം നമ്മുടെ സെൻറ്റർ ഫോർവേഡ് പ്ലെയർ നിൽക്കുന്നത്. അതുകൊണ്ട് ബോൾ വരുന്ന അവിടെ നിന്ന് പുള്ളിക്കറിയാം നിയർ പോസ്റ്റിലാണ് ബോൾ വരാൻ പോകുന്നത്. അതുകൊണ്ട് ബോൾ വരുമ്പോൾ തന്നെ ആ വേക്കൻ സ്പേസിലേക്ക് പുള്ളി ഓടിക്കയറാണ്. അവിടേക്ക് തന്നെ ഡെലിവറിയും വരുന്നുണ്ട്. എക്സിക്യൂഷനും ഈ ലാസ്റ്റ് മിനിറ്റിൽ ചാർജ് ചെയ്യുന്ന പരിപാടിയും കറക്റ്റായിട്ട് നമുക്ക് തായ്ലൻഡിൽ ഒരു സെറ്റ് പീസ് റൂട്ടീൻസിൽ കാണാം. അപ്പോൾ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് സൈസ് മാത്രമല്ല ഒരു ഫാക്ടർ, കറക്റ്റായിട്ട് മൂവ്മെൻറ്റോടുകൂടി ചാർജ് ചെയ്യാനായിട്ട് കഴിവുള്ള പ്ലെയേഴ്സും കൂടി വേണം. നല്ല സെറ്റ് പീസൊക്കെ ഒന്ന് വർക്കൗട്ട് ആവുള്ളൂ. അങ്ങനെയുള്ള പ്ലെയേഴ്സ് പുള്ളിക്കവിടെ 1-2 ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് പുള്ളി നൈസായിട്ട് സെറ്റ് പീസ് അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സെറ്റ് പീസിൽ നിന്ന് ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇവരുടെ കളി നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. വെൽ ട്രെയിൻഡാണ് പ്ലെയേഴ്സ് തമ്മിൽ. ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എന്ത് ചെയ്യണം, ആര് റൺ മേക്ക് ചെയ്യണം, ആര് എപ്പോൾ ഫ്രണ്ടിലേക്ക് വരണം, എങ്ങനെ ക്രോസ് കൊടുക്കണം, എല്ലാ കാര്യത്തിലും ഒരു കമ്മ്യൂണിക്കേഷനും ഒരു ട്രെയിൻഡ് ആയിട്ട് വന്നതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് അവരുടെ കളിയിൽ കാണാനായിട്ട് പറ്റും. പക്ഷേ ഇതിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സിക്യൂഷൻ. നിങ്ങൾ സെറ്റ് പീസുകൾ എക്സാമ്പിൾ എല്ലാം എടുത്ത് നോക്കി കഴിഞ്ഞാലും ഒരൊറ്റ ഫോറിൻ പ്ലെയർ പോലും ആ സെറ്റ് പീസ് കിക്ക് എടുക്കുന്നില്ല. നമ്മൾ ഐസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം സെറ്റ് പീസ് എടുക്കുന്നത് ഫോറിൻ പ്ലെയേഴ്സ് ആയിരിക്കും. അവരുടെ മെയിനായിട്ട് ഒരു 3 തായ്ലൻഡ് പ്ലെയേഴ്സ് തന്നെയാണ് കിക്കുകളും കാര്യങ്ങളും എടുക്കുന്നത്. അത്രയും ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സാണ് തായ്ലൻഡ് പ്ലെയേഴ്സ്. നമ്മൾ റാങ്കിങ് വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. ടെക്നിക്കലി ഫാർ ബെറ്ററാണ് ഇന്ത്യൻ പ്ലെയേഴ്സിനേക്കാളും. നമ്മുടെ പ്ലെയേഴ്സ് ഓൾറെഡി ടോപ്പായിട്ടുള്ള പ്ലെയേഴ്സ് എന്ന് വിചാരിക്കുന്ന പ്ലെയേഴ്സാണ് പലരും. അപ്പോൾ എത്രമാത്രം ഒരു ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടെന്ന് തായ്ലൻഡ് ലീഗൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മിക്കിൽ സാറിനെ സംബന്ധിച്ച് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തായ്ലൻഡിനേക്കാളും വളരെ ക്വാളിറ്റി ഒരു ഗ്യാപ്പ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ പുള്ളിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ തായ്ലൻഡ് ലീഗിലെ കളികളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് ഇല്ല എന്നല്ല, പക്ഷെ എന്നാലും വളരെ ബെറ്ററായിട്ടാണ് അവിടെ പ്ലെയേഴ്സ് ഓൾ ടുഗദർ ഒരു കളിക്കുന്നത്. അത്രയും ഒരു ടെക്നിക്കലിയും ടാക്റ്റിക്കലിയും ഒരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ കാണാനായിട്ട് പറ്റും. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പുള്ളിക്ക് അത് എന്തായാലും ലാക്ക് ചെയ്യും. അത് എത്രയും പെട്ടെന്ന് പുള്ളി മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു പ്ലാനുകൾ പുള്ളിക്ക് ഉണ്ടാക്കേണ്ടി വരും. ഇവിടെ ഒരു 2 പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിസ് പാസ് എന്നുള്ള രീതിയിലേക്കാണ് കളിയിൽ വരുന്നത്. ഒരു ചെറിയൊരു പീസ് ഓഫ് ഒരു അവരുടെ തായ്ലൻഡ് പ്ലെയേഴ്സിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കുന്ന ഒരു പീസും കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ നിർത്താം. പിറകിൽ നിന്ന് ബിൽഡപ്പ് നടന്നുകൊണ്ടിരിക്കുന്നൊരു ഫേസാണ്. സെൻട്രൽ ബാക്കിൻ്റെ കാലിലാണ് ബോൾ. പക്ഷേ സെൻട്രൽ ബാക്കിന് പാസിംഗ് ഓപ്ഷൻസ് ഇല്ലയെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു മിഡ്ഫീൽഡ് പ്ലെയർ മിഡ്ഫീൽഡിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ചുമ്മാ ഇറങ്ങി വരികയല്ല, പുള്ളി ആ ഗെയിം റീഡ് ചെയ്യുകയാണ്. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ ബിറ്റ്വീൻ ദ ലൈൻസ്, അതായത് ബാക്ക് ലൈനും മിഡ് ലൈൻ്റെ ഇടയിൽ പുള്ളി സ്പോട്ട് ചെയ്യണം. അതേപോലെ തന്നെ കുറച്ചും കൂടി ചെരിഞ്ഞ് നോക്കിയിട്ട് സെൻറ്റർ ഫോർവേഡിൻ്റെ പൊസിഷനും പുള്ളി റീഡ് ചെയ്യാണ്. എന്നിട്ട് പുള്ളി ചെയ്യുന്നതാണ് പുള്ളിനെ ഈ സീക്വൻസിൽ ഹീറോ ആക്കുന്നത്. പുള്ളി സെൻറ്റർ ബാക്കിനോട് സെൻറ്റർ ഫോർവേഡിന് പാസ് കൊടുക്കാൻ പറയണം. ഞാൻ ആദ്യം വിചാരിച്ചില്ല 1-2 കളിച്ച് മുന്നേറാണ്. പക്ഷേ പുള്ളി ആ പാസ് കൊടുത്തിട്ട് വെറുതെ നിൽക്കില്ല, സെൻറ്റർ ഫോർവേഡിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. പക്ഷേ സെൻറ്റർ ഫോർവേഡ് എന്തായാലും റിട്ടേൺ പാസ് കൊടുക്കുന്നില്ല. സെൻറ്റർ ഫോർവേഡ് ബോൾ നേരെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിന് ബോൾ കൊടുക്കുകയാണ്. 36 നമ്പർ ജേഴ്സി നോക്കാം. പുള്ളി ആ ഓട്ടം കണ്ടിന്യൂ ചെയ്യണം. പുള്ളി ആക്ച്വലി എക്സ്പെക്ട് ചെയ്ത് ആ സെൻറ്റർ ബാക്കിൻ്റെ പിറകിൽ കൂടെ പുള്ളി റൺ മേക്കുകയും അപ്പോൾ പുള്ളിക്ക് ഒരു ത്രൂ ബോൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കൊടുക്കണം എന്നാണ്. പക്ഷേ അതവിടെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. പക്ഷേ പുള്ളിയുടെ വിഷൻ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ സംഭവിച്ചത് നമുക്ക് ഒന്നും കൂടിയും കാണാം. സെൻറ്റർ ബാക്ക് സെൻറ്റർ ഫോർവേഡിന് ബോൾ കൊടുക്കുന്നു. അപ്പോൾ ആ ബോൾ റിസീവ് ചെയ്യുമ്പോൾ തന്നെ സെൻറ്റർ ഫോർവേഡ് എന്താ ചെയ്യുന്നത്, കൂടെ ഒട്ടി നിൽക്കുന്ന സെൻറ്റർ ബാക്കിനെ ഒന്ന് വലിക്കുന്നു. അത് പ്രഷർ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സെൻറ്റർ ഫോർവേഡ് എന്ത് ചെയ്യുന്നു, ബോൾ റിലീസ് ചെയ്യുന്നു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർക്ക്. ആക്ച്വലി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ത് ചെയ്യണം, ഈ ബോൾ ഒരു ഫോർവേഡ് ബോൾ കൊടുക്കണമായിരുന്നു. ആ 36 നമ്പർ ജേഴ്സി ശ്രദ്ധിക്കുക, പുള്ളി ആ ഗ്യാപ്പ് നേരത്തെ മുൻകൂട്ടി കണ്ട് അതിലേക്ക് റണ്ണ് മേക്ക് ചെയ്യണം. പക്ഷേ ആ ബോൾ റിലീസ് ആവുന്നില്ല. ഇങ്ങനെയുള്ള മൊമെൻറ്റ്സ് നമ്മൾ മാച്ചിൽ കാണുമ്പോഴാണ് ആ ടീം എത്രമാത്രം ടാക്റ്റിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ടീമാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്.
അപ്പോൾ അതിന് ഉള്ള ക്രെഡിറ്റ് എന്തായാലും നമ്മൾ ആ കോച്ചിന് കൊടുക്കണം. കാരണം പ്രാക്ടീസിൽ എന്ത് ചെയ്തോ അത് ഗ്രൗണ്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് കോച്ചിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കളിയിൽ ആ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ആക്ട് ചെയ്യാനായിട്ട് പ്ലെയേഴ്സിനും ഒരു കഴിവ് വേണം. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട 36 നമ്പർ ജേഴ്സിന് ആ പ്ലെയർ ഒരു തായ്ലൻഡ് പ്ലെയറാണ്. ബാക്കി 3 പ്ലെയേഴ്സും ഫോറിൻ പ്ലെയറാണ്, ബെറ്റർ പ്ലെയേഴ്സാണെന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ആ പ്ലെയറാണ് ആ സീക്വൻസിലെ ഹീറോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ പ്ലെയർ ബോൾ ആ സീക്വൻസിൽ കാലുകൊണ്ട് തൊട്ടിട്ടില്ല. പക്ഷേ പുള്ളി സെൻറ്റർ ബാക്കിന് ബോൾ കിട്ടിയപ്പോൾ തന്നെ ആ സെൻറ്റർ ബാക്കിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആ ഗെയിം റീഡ് ചെയ്തു. അതിനനുസരിച്ച് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിന് 2-3 പാസ് കഴിഞ്ഞ് ബോൾ കിട്ടുമ്പോൾ ഞാൻ അവിടെ വേണം, സെൻറ്റർ ബാക്കിൻ്റെ ലൈൻ ബ്രേക്ക് ചെയ്യാൻ ഞാൻ അവിടെ റണ്ണ് മേക്ക് ചെയ്യണം എന്ന് വെച്ചിട്ട് 3 പാസിന് മുമ്പ് തന്നെ പുള്ളി റണ്ണ് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഒരു ഗെയിം റീഡിങ് വിഷനും കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അതൊരു ലോക്കൽ പ്ലെയറാണ്. അവിടുത്തെ പുള്ളിനെ വരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാനായിട്ടും ആ സിസ്റ്റത്തിന് അക്കോർഡിംഗ് ആയിട്ട് പുള്ളി മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ബാക്കി 3 പ്ലെയേഴ്സും ഇൻ സിങ്ക് ആയിരിക്കണം. എല്ലാവരും ഒരു കോമൺ ഗോൾ മനസ്സിൽ വെച്ചിട്ട് കളിക്കണം. അല്ലാണ്ട് ഓരോരുത്തരും തോന്നിയ പോലെ കളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു ടീം എന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരു സിസ്റ്റത്തിൽ കളിപ്പിക്കാനായിട്ട് മിക്കൽ സാറയ്ക്ക് തായ്ലൻഡിൽ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പല ചലഞ്ചസ് ഉണ്ട്. ടെക്നിക്കലി ഞാൻ പറഞ്ഞ ഇന്ത്യൻ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ തായ്ലൻഡ് പ്ലേയേഴ്സിനേക്കാളും വളരെ ശോകം ആണ് നമ്മളെ കാര്യം, ടെക്നിക്കൽ എബിലിറ്റീസ്. അത് ഒരു കോച്ചിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതിൽ പരിധിയുണ്ട്. കാരണം ഓൾറെഡി എല്ലാവരും സീനിയർ പ്ലേയേഴ്സായി ഒരു പെർട്ടിക്കുലർ ഏജ് വരെ പറ്റുള്ളൂ. പിന്നെ ഈ ടാക്റ്റിക്കൽ ആസ്പെക്ട്സ് ആണ് പിന്നെയും നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ പ്ലേയേഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കാൻ ചാൻസ് ഉള്ളൂ. കോച്ചിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഇൻപുട്ട് വന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ പ്ലേയേഴ്സ് കളിക്കാമെന്നുള്ളത് അത് ചെയ്യിക്കണം. ഗ്രൗണ്ടിൽ അങ്ങനത്തെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പ്ലേയേഴ്സും വിചാരിക്കണം, എന്നാലേ നടക്കുകയുള്ളൂ. നമ്മുടെ പല പ്ലേയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ടോപ്പ് ഉള്ള രീതിയിൽ വിചാരിക്കുന്ന പ്ലേയേഴ്സാണ്. നിങ്ങൾ സ്വയം ടോപ്പാണെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുൾ ടൈം സ്പേസിലായിരിക്കും. ശുഭദിനം.